Hello, my dear students. Hope you are all doing great. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന +2 എക്കണോമിക്സിലെ മൈക്രോ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്നും രണ്ടാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. 1 സ്കോറിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം 22ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിലെയും മൈക്രോയിലെയും മാക്രോയിലെയും ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ. 12ഓളം മാർക്കാണ് ഇതിൻ്റെ വെയിറ്റേജ്. അപ്പോൾ അത് ഷുവറായിട്ടും 1-2 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കധികം വൈകാണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് എടുക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. ഇതിൽ ഓഡ് വൺ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. ടീ ആൻഡ് കോഫി ഉണ്ട്, ബ്രെഡ് ആൻഡ് ജാം ഉണ്ട്, കാർ ആൻഡ് പെട്രോൾ ഉണ്ട്, ഷുഗർ ആൻഡ് ടീ ഉണ്ട്. സോ ഇതിൽ ബ്രെഡ് ആൻഡ് ജാം ആണെങ്കിൽ കോമ്പിനേഷനാണ്. കാർ ആൻഡ് പെട്രോൾ ആണെങ്കിലും വിത്തൗട്ട് പെട്രോൾ കാർ റൺ ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഷുഗർ ആൻഡ് ടീയിൽ എന്ത് വേണം, നമുക്ക് ഷുഗർ വേണം. ബ്രെഡിൽ ജാം ആഡ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആവും. പക്ഷേ ടീയും കോഫിയും തമ്മിൽ എങ്ങനെ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ഒരു രീതിയിൽ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് ടീ ആൻഡ് കോഫിയാണ്. സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ സോൾട്ട്, മാച്ച് ബോക്സസ്, ഷർട്ട്, പിൻസ്. ഓക്കെ, ഇതിൽ സോൾട്ട് ആയിക്കോട്ടെ, മാച്ച് ബോക്സസ് ആയിക്കോട്ടെ, പിൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ ഷർട്ട് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അല്ലേ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. P1/P2 MOC MRS അല്ലേ. ഇവിടെ P1/P2 MRSും മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും അല്ല ഇവിടെ ഓഡ് വൺ ആയിട്ട് വരുന്നത്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് ഇവിടെ വരുന്നത്. MOC ആണ് ഇവിടെ ഓഡ് വൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. MOC MRS MPP PPF. MOC മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, then MRS മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, then MPP മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ആൻഡ് PPF പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഓക്കെ, സോ ഇതിനകത്ത് PPF പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ആണ് ഇവിടെ ഓഡ് വൺ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ദ ഇൻകം അവൈലബിൾ ടു ദ കൺസ്യൂമർ ഈസ് കാൾഡ്. ഒരു കൺസ്യൂമർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻകം അറിയപ്പെടുന്ന പേര് കൺസ്യൂമറുടെ ബഡ്ജറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്താണ്, അതാണ് MRS. ഓക്കെ, സോ ദ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈസ് കാൾഡ് MRS. എ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സ് ഈസ് കാൾഡ്. ഒരു ഇൻഡിഫറൻസ് കർവുകളുടെ ഒരു കൂട്ടത്തെ പറയുന്ന പേര് ഇൻഡിഫറൻസ് മാപ്പ് എന്നാണ് പറയുന്നത്. ദ സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് കർവ് Q is equal to A minus BP എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഒരു ഡിമാൻഡ് കർവിൻ്റെ ഒരു ഇക്വേഷൻ തന്നിട്ട് Q is equal to A minus BP. ഇതിലെ സ്ലോപ്പ് ഏതാണ്? ദാറ്റ് ഈസ് -B ആണ് ഇവിടെ സ്ലോപ്പ് ആയിട്ട് വരുന്നത്. പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള ഡിമാൻഡ് കർവ് ഈസ് ഡാഷ്. ഒരു പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ഡിമാൻഡ് കർവിൻ്റെ പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? either കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. ഓക്കെ, സോ ദ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് ഈസ് കാൾഡ്. ഒരു ഡിമാൻഡ് കർവിലൂടെയുള്ള ഡൗൺവേർഡ് മൂവ്മെൻറ്റ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഡൗൺവേർഡ് മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് വെദർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. ട്രൂ ഓർ ഫാൾസ് ആണോ എന്ന് കണ്ടെത്താനുള്ളതാണ്. സോ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നോർമലി പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആർ പോസിറ്റീവ്ലി റിലേറ്റഡ്. നോർമലി പറയുകയാണെങ്കിൽ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡഡും പോസിറ്റീവ് റിലേറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ ആണോ? അല്ല. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡഡും എങ്ങനെയാണ്? നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്. സോ ഒന്ന് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും മറ്റൊന്ന് അല്ലേ. അപ്പോൾ ഇവിടെ ഫാൾസ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസ്യൂമർ ഈസ് എൻ ഇക്വിലിബ്രിയം വെൻ ഇൻഡിഫറൻസ് കർവ് ഈസ് ടാൻജന്റ് ടു ബഡ്ജറ്റ് ലൈൻ. കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എപ്പോഴാണ്? ഇൻഡിഫറൻസ് കർവ് ബഡ്ജറ്റ് ലൈന് എപ്പോഴാണോ, ഇപ്പം ഇങ്ങനെ നമ്മൾ ഒരു കർവ് വരച്ചിട്ടുണ്ട്, അതിൽ നമ്മൾ ഇൻഡിഫറൻസ് കർവും നമ്മൾ വരച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ ഇൻഡിഫറൻസ് കർവും ഈ ബഡ്ജറ്റ് ലൈനും എപ്പോഴാണോ തമ്മിൽ കൂട്ടിമുട്ടുന്നത്, ആ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് എന്താവുന്നത്? ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. സോ ദിസ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, so the next question, the midpoint of a linear demand curve which touches either axis has zero elasticity. The midpoint of a linear demand curve, ഒരു ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ മിഡ് പോയിന്റ് രണ്ട് ആക്സിസിലും ടച്ച് ചെയ്യുന്നില്ല,
വിച്ച് ടച്ചസ് ഐദർ ആക്സിസ് ഹാസ് സീറോ എലാസ്റ്റിസിറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് സീറോ എലാസ്റ്റിസിറ്റി ആണെന്നാണ് പറയുന്നത്. പക്ഷെ അതെന്താണ്? അതൊരു ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. Okay, so if price and expenditure move in the same direction, elasticity is more than one. പ്രൈസും എക്സ്പെൻഡിച്ചറും ഒരേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ എലാസ്റ്റിസിറ്റി ഒന്നിൽ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ അല്ല അല്ലേ, ഒന്നിൽ കുറവായിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊരു ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. അപ്പോൾ 4 ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. അതിൽ നിന്നും ഏറ്റവും സ്യൂട്ടബിൾ എന്ന് തോന്നുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സോ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് ഈസ് ദി കോൺട്രിബ്യൂഷൻ ഓഫ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്ന അപ്രോച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് ആരുടെ കോൺട്രിബ്യൂഷനാണ്? ഹെക്സിൻ്റെ ആണോ, മാർഷലിൻ്റെ ആണോ, സാമുവൽസണിൻ്റെ ആണോ, റോബിൻസിൻ്റെ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. സോ ആരുടെ കോൺട്രിബ്യൂഷനാണ്? ഹിക്സിൻ്റെ കോൺട്രിബ്യൂഷനാണ് എന്ത്? ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ വൺസ് അഗെയിൻ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് ആരുടെ കോൺട്രിബ്യൂഷനാണ്? ഹിക്സിൻ്റെ കോൺട്രിബ്യൂഷനാണ്. So the next question, P1x1 plus P2x2 less than or equal to M എന്ന് പറയുന്നത് എന്താണ്? ഒരു ബഡ്ജറ്റ് സെറ്റ് ആണോ, ബഡ്ജറ്റ് ലൈൻ ആണോ, ബഡ്ജറ്റ് ആണോ, ഷിഫ്റ്റ് ഓഫ് ബഡ്ജറ്റ് ആണോ? സോ ഇത് നോക്കിയാൽ തന്നെ അറിയാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ അതെന്താണ്? ബഡ്ജറ്റ് സെറ്റാണ് അല്ലേ. സോ P1x1 പ്ലസ് P2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറയുന്നത് എന്താണ്? അതൊരു ബഡ്ജറ്റ് സെറ്റാണ്. So the next question, if price of good 1 is 10 and the price of good 2 is 5, then the slope of the budget line എന്താണ്? ശരിക്കും 10/5 ആണ് അല്ലേ. 10/5 ആണ്. അപ്പോൾ അതെന്താ വരിക? ദാറ്റ് ഈസ് 2 ആണ് വരുന്നത്. ശരിയല്ലേ. സോ ഗുഡ് 2ൻ്റെ വിലയുണ്ട്, ഗുഡ് 1ൻ്റെ വിലയുണ്ട്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്നാണ്. സോ P2/P1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് സോ P1/P2 ആണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10/5 = 2 ആണ് വരുന്നത്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിഗാർഡിംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈസ് ട്രൂ. അപ്പോൾ തന്നിരിക്കുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട് ഇൻഡിഫറൻസ് കർവിൻ്റെ. അതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 5 ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കോൺവെക്സ്ഡ് ഒറിജിൻ ഉണ്ട്, നെഗറ്റീവ്ലി സ്ലോപ്പ്ഡ് ഉണ്ട്, 2 ഇൻഡിഫറൻസ് കർവ് നെവർ കട്ട്, higher levels of indifference curve shown, higher levels of satisfaction, all the above. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം പഠിക്കേണ്ട പോയിൻറ്റ്സ് തന്നെയാണ്. ഇൻഡിഫറൻസ് കർവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ പോയിൻറ്റ്സാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന എല്ലാ പോയിൻറ്റ്സും ശരി തന്നെയാണ്. ഇത് കോൺവെക്സ്ഡ് ഒറിജിനാണ്, നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്, 2 ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഹയർ ലെവൽസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്താ കാണിക്കുന്നത്? ഹയർ ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് കാണിക്കുന്നത്. സോ ദ ആൻസർ ഈസ് all of the above. Okay, so the next question, which of the following is the most important determinant of demand? ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈസ് ആണോ, പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണോ, ഇൻകം ആണോ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണോ? ഇത് 4 ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ് ഏതാണ്? ദറ്റ് ഈസ് പ്രൈസ്. ശരിയല്ലേ. സോ പ്രൈസ് എപ്പോഴാണോ പ്രൈസിൽ ചേഞ്ച് വരുന്നത് അതിനനുസരിച്ച് ഡിമാൻഡിലും മാറ്റം വരും. ശരിയല്ലേ. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഏതാണ്? ദറ്റ് ഈസ് പ്രൈസ്. കൺസിഡർ y is equal to f of x. Then the variable y is y is equal to f of x നെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ y എന്ന് പറയുന്ന വേരിയബിൾ എന്തായിരിക്കും? എക്സോജീനിയസ് ആണോ, ഇൻഡിപെൻഡൻ്റ് ആണോ, ഡിപ്പെൻഡൻ്റ് ആണോ, നൺ ആണോ? സോ ഓഫ് കോഴ്സ് എന്താണ്? ഇതൊരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾ ആണ് അല്ലേ. Then the next question, when price rises and expenditure remains the same, elasticity എന്തായിരിക്കും? പ്രൈസ് കൂടുകയും എക്സ്പെൻഡിച്ചറിൽ മാറ്റമില്ലാതെ തുടരുകയും ചെയ്തു കഴിഞ്ഞാൽ എലാസ്റ്റിസിറ്റിക്ക് എന്ത് സംഭവിക്കും? യൂണിറ്ററി ആയിരിക്കോ, ഹൈ ആയിരിക്കോ, ലെസ് ആയിരിക്കോ, 0 ആയിരിക്കോ? സോ ദ ആൻസർ ഈസ് യൂണിറ്ററി. ഓക്കെ, പ്രൈസ് റൈസ് ചെയ്യുകയും എക്സ്പെൻഡിച്ചർ സെയിം ആയിട്ട് തുടരുകയും ചെയ്തു കഴിഞ്ഞാൽ എലാസ്റ്റിസിറ്റി എന്തായിരിക്കും? യൂണിറ്ററി ആയിരിക്കും. So the next question, a fall in the price of a commodity holding everything else constant results in and is referred to as എന്താണ്? ഒരു കൊമഡിറ്റിയുടെ വില കുറയുകയും ഹോൾഡിങ് എവറിത്തിങ് എൽസ് കോൺസ്റ്റൻറ്റ്, ബാക്കി എല്ലാത്തിനെയും കോൺസ്റ്റൻ്റ് ആയി നിലനിർത്തുകയും ചെയ്യുകയാണെങ്കിൽ അതെന്തിനെയാണ് റെഫർ ചെയ്യുന്നത്?
അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ആൻ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആണോ, എ ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആണോ, ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണോ, ഡിക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണോ? ഇതൊരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് 2017. സോ ദി ആൻസർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇതൊരു ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പഠിക്കണം. സോ വൺസ് ഇതൊന്ന് കേട്ട് പോയാൽ മാത്രം മതി കംപ്ലീറ്റ് ആയിട്ട്. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ഒരു ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഒരു കാരണവശാലും ഇത് മറക്കരുത്. 10ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ്.